പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലങ്ങൾ നമ്മളുടെ മുമ്പിൽ ഫിസിക്കലായി തന്നെ നമ്മൾ പലയിടത്തും കാണുകയും ചെയ്യുന്നുണ്ട്. പല സ്കൂളുകളുടെയും ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. സർക്കാർ സംവിധാനത്തിലേക്കും എയ്ഡഡ് സംവിധാനത്തിലേക്കും കൂടുതൽ കുട്ടികൾ തിരിച്ച് വരുന്ന കണക്കുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ സെക്ടറിൽ വലിയ തോതിൽ ശ്രദ്ധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആ അവകാശവാദത്തിൽ കുറച്ചൊക്കെ കഴമ്പുള്ളൊരു സർക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഈ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെ ആയിട്ട് അങ്ങ് കട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ്. സ്കൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് +2 കൂടെ വന്നിട്ടുണ്ട്. അതിലേക്ക് കൂടെ ഇത് പോകേണ്ടതുണ്ട്. എല്ലാ കുട്ടികൾക്കും 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തന്നെ +1 +2ലേക്ക് അഡ്മിഷൻ കിട്ടുന്നൊരു സാഹചര്യം വെച്ചാൽ നമ്മളുടെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു +2 വരെ ആണ് എന്നുള്ളൊരു ആ ഒരു തിങ്കിങ് പാറ്റേണിലേക്ക് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാറിയിട്ടില്ല എന്നാണോ? നമ്മൾ ഈ 1996 ശേഷം ഈ 2024 വരെ ഉള്ള കാലം കൊണ്ട് അങ്ങനെ മാറിയിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണല്ലോ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇപ്പം പറഞ്ഞ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഒക്കെ ഭാഗമായി നമ്മൾ അവകാശപ്പെടുന്ന കേരള മോഡൽ എന്നത് 10ാം ക്ലാസ് വരെയും അതിനുശേഷം ഇപ്പം ഓപ്പൺ സ്കൂളിലേക്ക് അഡ്മിഷൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ മക്കളാണല്ലോ ഈ പറഞ്ഞ 10 വരെ പഠിക്കുന്നത്. അവരെങ്ങനെയെങ്കിലുമൊക്കെ 10 കഴിഞ്ഞ് അങ്ങ് പൊയ്ക്കോളണം എന്നുള്ള രീതിയിലാണോ പറയുന്നത് എന്നുള്ള സംശയം പോലും ഉണ്ട്. ഇപ്പം നമ്മുടെ ഒരു മിനിസ്റ്റർ എനിക്ക് തോന്നുന്നു ഈ അടുത്ത ദിവസം ഒരു പ്രതികരണം നടത്തി. അത് ശരിയാണെന്നറിയില്ല, ഞാൻ സോഷ്യൽ മീഡിയക്കകത്ത് കണ്ടതാണ്. ഓരോ സ്കൂളിലും പോയി കുട്ടി പഴയ രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയും അങ്ങനെ ഇത് ഇരട്ടിക്കുകയാണോ എന്നുള്ള കൺഫ്യൂഷൻ മന്ത്രിക്കുണ്ടോ, ഏകജാലകമായത് അദ്ദേഹത്തിന് അറിയില്ലേ എന്നൊരു മിനിസ്റ്റർ തന്നെ ചോദിച്ചതായി ഞാൻ കണ്ടത്. ഫേക്കാണെന്ന് എനിക്കറിയില്ല, നമുക്ക് പോലും തോന്നുന്നൊരു ചോദ്യം. അപ്പോൾ ആ രീതിയിൽ ഇത് പ്രശ്നമുണ്ടല്ലോ. ഇതിലൊരു കാര്യം കൂടെ ഇത്തവണത്തെ സവിശേഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ താൽക്കാലിക ബാച്ച് അനുവദിക്കുന്നതിന് മുമ്പേ തന്നെ ഈ അധിക സീറ്റുകൾ ഈ 10ാം ക്ലാസ് പരീക്ഷയുടെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. +1 അധിക സീറ്റുകൾ അനുവദിക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഈ അധിക സീറ്റ് അനുവദിച്ച് കഴിഞ്ഞതിന് ശേഷവും പുറത്തു നിൽക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കണക്ക്, അല്ലേ? അങ്ങനെയല്ലേ? തീർച്ചയായും. അതായത് പിന്നെ ഇപ്പോൾ അധിക ബാച്ച് അനുവദിച്ചാൽ പോലും എക്സിസ്റ്റിംഗ് ബാച്ചുകളിൽ നിലവിലുള്ള ബാച്ചുകളിൽ തന്നെ 60ഉം 65ഉം ഒരുപക്ഷെ 70ഉം കുട്ടികൾ വരെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ഈ പുറത്ത് നിൽക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള ബാച്ചുകളുടെ വിദ്യാർത്ഥികളുടെ കൂടുതൽ ഒരു പ്രശ്നമായി നിൽക്കുന്നു. അധിക ബാച്ച് അനുവദിച്ചാലും താൽക്കാലികമായ അധിക ബാച്ച് അനുവദിച്ചാൽ പോലും ഈ പറയുന്ന എണ്ണ കൂടുതൽ ഇപ്പോഴും ഇവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കും. അതായത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ സങ്കല്പത്തെ ഒരു തരത്തിലും സെർവ് ചെയ്യുന്ന തീരുമാനങ്ങളല്ല ഇപ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇത്രയും ഉന്നയിച്ചതിന് ശേഷവും സർക്കാർ സംവിധാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ? അധിക ബാച്ച് വലിയൊരു സംഭവമായിട്ടാണ് പ്രഖ്യാപിക്കാറ് എല്ലാ വർഷവും. നമ്മളെ മീഡിയ പോലും, ഞാനൊരു പ്രസ് മീറ്റിൽ മാധ്യമങ്ങളെ മുന്നിലിരുത്തി പറഞ്ഞിരുന്നു, നിങ്ങളിത് വലിയ വെണ്ടക്കാക്ഷരത്തിൽ 30% മാർജിനൽ ഇൻക്രീസ് എന്നൊക്കെ കൊടുക്കുമ്പോൾ എന്തോ ഒന്ന് ചെയ്തു തന്ന പോലെ കാണുന്ന ആൾക്ക് തോന്നും. ഇത് എല്ലാ കൊല്ലമുള്ള നിലവിലുള്ള സീറ്റിൽ നിന്ന് 1% 30 അല്ലെങ്കിൽ 20% അങ്ങ് കൂട്ടി 50 ആളോ 40 ആളോ ഇരിക്കേണ്ടടുത്ത് 65 ആളും 70 ആളും ഇരിക്കുന്ന പരിപാടി. ഇതാണ് ഈ മാർജിനൽ ഇൻക്രീസ് എന്നുള്ളത്. അപ്പോൾ അത് വലിയ ഒരു കാര്യമായിട്ട് പറയേണ്ട ഒരു സംഭവമൊന്നുമല്ല. ഇതാണ് അതിൻ്റെ വസ്തുത, ഈ പറഞ്ഞ മാർജിനൽ ഇൻക്രീസ് എന്നുള്ളത്.